KPCC എപ്പോൾ മാറ്റണം, പുതിയ പ്രസിഡന്റ് ആരാവണം എന്നൊക്കെ തീരുമാനിക്കേണ്ട AICC ആണ്. അപ്പോൾ AICC ആ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ കാര്യങ്ങൾ നടത്തി ആ തീരുമാനം പറയും. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ KPCCക്ക് കീഴിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയുന്നത്. DCCയുമായി ബന്ധപ്പെട്ട കാര്യം, മണ്ഡലം കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം, ബ്ലോക്ക് കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ പറയും. KPCCയുടെ അവസാന വാക്ക് ഹൈക്കമാൻഡാണ്, AICC. അപ്പൊ എപ്പോ വേണം, എങ്ങനെ വേണം എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഹൈക്കമാൻഡിന് തോന്നുന്നതാണ് ഇപ്പോഴാണ് ഏറ്റവും ഉചിതമായ സമയം, ഹൈക്കമാൻഡ് നടപ്പാക്കും. അതല്ല അല്പം കഴിഞ്ഞിട്ടാണ് നല്ല സമയം, അപ്പോൾ നീട്ടിക്കൊണ്ടു. അതിനൊക്കെ അധികാരം ഹൈക്കമാൻഡിനുണ്ട്. അത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്താണോ അത് അംഗീകരിക്കാം. പക്ഷേ സംഘടനാപരമായി സംബന്ധിച്ച് ഇവിടെ ഈ പാർട്ടിയും സർക്കാരിനും ഇതിലൊരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ഇല്ലാണ്ടാവില്ല. പാർട്ടി പ്രസിഡന്റ് തന്നെ ഇപ്പോ ഗവൺമെന്റിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം തീരുമാനങ്ങൾ എല്ലാ സമയത്തും ഈ ഗവൺമെന്റ് വന്നിട്ട് 2 മാസം പൂർത്തീകരിക്കുന്നത് ഈ 18-ാം തീയതി, 2 മാസം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ സമയം സംഘടനാ മാറ്റത്തിന്റെ കാര്യത്തിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായും ഹൈക്കമാൻഡിന് കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനനുസരിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. റവന്യൂ വകുപ്പ് പൊതുവായി നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ 100 ദിന കർമ്മ പരിപാടികളിൽ റവന്യൂ വകുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം ഇവിടെ തുടങ്ങുന്നത്. ജൂലൈ 30 വരെ ഉള്ള ദിവസങ്ങളിൽ 14 ജില്ലകളിലായി എല്ലാ ജില്ലകളിലും യോഗങ്ങൾ പൂർത്തീകരിക്കും. റവന്യൂ വകുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് പരമാവധി സേവനങ്ങൾ ഏറ്റവും സുതാര്യമായി ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, ഇന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഏതാണ്ട് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് 2 ലക്ഷത്തിലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 25,000-ഓളം അത്തരം അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് 100 ദിവസത്തിനകം 5,000-ഓളം പട്ടയങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വില്ലേജ് ഓഫീസുകളുടെ ഒരു അവസ്ഥ നമുക്കറിയാം. പല വില്ലേജ് ഓഫീസുകളും വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നമ്മൾ ആലോചിച്ചിരുന്ന നടപ്പായിക്കൊണ്ടിരുന്ന കാര്യമാണ് സ്മാർട്ട് വില്ലേജുകൾ എന്നുള്ളത്. ആ സ്മാർട്ട് വില്ലേജുകൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടെ നമുക്ക് റവന്യൂ ടവർ പല ജില്ലകളിലും നമ്മൾ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മിനി സിവിൽ സ്റ്റേഷനുകൾ നമ്മൾ ഇതിനകം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ താലൂക്ക് ഓഫീസുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ കൊടുക്കും. എല്ലാ താലൂക്ക് ഓഫീസുകളും നല്ല രീതിയിൽ കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാവണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ താല്പര്യം മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഓഫീസുകളാണ്. അവർ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്കൊരു സൗകര്യം കൂടി ഒരുക്കുന്ന രീതിയിൽ നല്ല താലൂക്ക് ഓഫീസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റ് മുന്നിലുള്ള കാര്യമാണ്. മഞ്ചേശ്വരം താലൂക്കിന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. അത് ആ രീതിയിൽ തന്നെ അവിടെ മാറ്റമുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, നമുക്ക് എയിംസ് അനുഭവിച്ച് കിട്ടിയ കേരളത്തിൽ എവിടെയായാലും അത് അതിന് ആവശ്യമായ ഭൂമി കണ്ടെത്തി ഗവൺമെന്റ് കൊടുക്കും. അതിന് ഒരു പ്രയാസം ഉണ്ടാകും. ഭൂമി ഇല്ലാത്തതിന്റെ പേരിൽ സ്ഥാപനം വരാതിരിക്കുക എന്നുള്ളതില്ല.